ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ടൊരു ഇയറിങ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ക്വില്ലിംഗ് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ പറ്റിയത് എളുപ്പമാണ്. ഇനി അതിന് എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. നമുക്കത് ചെയ്ത് തുടങ്ങാം. ക്വില്ലിംഗ് പേപ്പർ ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്. ഇത് 5 mm ആണ്. അതിൻ്റെ അങ്ങനെ നോക്കിയെടുക്കണം. 3 mm, 5 mm, 10 അങ്ങനെ പല സൈസിൽ കിട്ടും. ഇത് 5 mm എടുത്തേക്കണം. 2 കളറ് എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇയറിങ്സിന് ഭംഗി 2 കളറായിട്ട് എടുക്കണം. എന്നിട്ട് 2 പീസും കൂടെ ഒപ്പം വെച്ചിട്ട് നമുക്കത് രണ്ടാക്കി ഒന്ന് മടക്കി അതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് ഒന്ന് മടക്കുക. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്നിനിങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ പിടിക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ മോളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മടക്കി പിടിക്കുക. അതൊക്കെ ലൂപ്പ് പോലെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി. അത് ഇനിയിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെഡിനെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് താഴേന്ന് നമ്മൾ മടക്കിയ പീസ് അവിടെ നിന്നോട്ടെ. മടക്കിയ പീസ് അങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് മറ്റേ പീസിനെ എടുത്തിട്ട് മുകളിലേക്ക് എടുക്കണം. താഴേന്ന് മുകളിലേക്ക് എടുത്ത് ഫസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വെച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്ത് പിന്നെ താഴേന്ന് നിന്ന് മുകളിലേക്ക് പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കും. അപ്പോൾ ഈ മടക്കിയ പീസ് വേണ്ട, മടക്കാതെ അടിയിൽ വരുന്ന പീസ് നമുക്ക് മനസ്സിലാവും. ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും കറക്റ്റായിട്ട്. ഇങ്ങനെ 4 പീസിൽ നിന്നിട്ട് വലിച്ചു കൊടുക്കണം അങ്ങോട്ട്. ഇതുപോലെ ഇരിക്കും. ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്കത് കിട്ടും. അത് കാരണം വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. ഇനി വരുമ്പോഴത്തേക്ക് ഇനി നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിനൊന്ന് ഫസ്റ്റ് മടക്കുന്ന ഒരു ലൂപ്പ് പോലെ പിടിച്ചാൽ മതി. മടക്കി ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഫസ്റ്റ് പീസ് നമ്മൾ ഇങ്ങനെ പിടിക്കാം. പിടിച്ചിട്ട് സെക്കൻഡ് പീസിന് ഇങ്ങനെ മടക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് പിന്നെ ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കും. ഇപ്പോൾ റൈറ്റിലേക്ക് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുന്നത്. ഇങ്ങനെ വലിച്ച് 4 പീസിനെ വലിച്ചെടുക്കുക. അപ്പോൾ സെയിം മോഡൽ തന്നെയാണ് ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്ന സെയിം തന്നെയായിരിക്കും. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇതേപോലെ പ്രാവശ്യം കൂടെ ചെയ്യാം. ഞാനിങ്ങനെ തിരിച്ച് പിടിച്ച് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഒന്നിങ്ങനെ വെച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പീസിനെയാണ് ഇങ്ങോട്ട് മടക്കുന്നത്. അടുത്തത് റെഡ്, പിന്നെ താഴേന്ന് മുകളിലേക്ക് ബ്ലാക്ക്, പിന്നെ ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വീണ്ടും റെഡ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസിനെ നമ്മൾ ആ ഫസ്റ്റ് മടക്കി വെച്ചാൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും. 4 പീസിനെ വലിക്കും. ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഈ ഒരു പീസ് കഴിയാറാകുമ്പോഴത്തേക്കും നമ്മൾക്ക് വീണ്ടും നമ്മളതിൽ പശ വെച്ചിട്ട്, കാരണം നമുക്ക് ഒരു പീസ് കൊണ്ട് മതിയാവില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പീസും നമ്മളിതിലേക്ക് പശ വയ്ക്കും. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. പശ വളരെ കുറച്ച് വെച്ചാൽ മതി. നമ്മളിങ്ങനെ ഒട്ടിക്കും. അതിന് ഓരോ പീസിനും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. ഇതുപോലെ റെഡ് 2 ഒട്ടിക്കും, പിന്നെ ബ്ലാക്ക് ഒട്ടിച്ച് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ നമ്മൾക്കത് റൗണ്ട് കറക്റ്റ് ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ 2 പീസിൽ അത് കറക്റ്റായിട്ട് വരും. ചിലപ്പോൾ വീണ്ടും ഒരു ഹാഫ് പീസും കൂടെ കട്ട് ചെയ്ത് ചിലപ്പോൾ ഒട്ടിക്കേണ്ടി വരും. ഈക്വലായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കും എല്ലാത്തിലും. ഇതുപോലെ എല്ലാ പീസിലും ഒട്ടിച്ചിട്ട് വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോൾ വീണ്ടും ഒരു പീസും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഇത്രയും മതിയാവും നമുക്ക്. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്കിങ്ങനെ വളയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇത്രയാകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ നീളത്തിൽ വരുന്ന പീസാണിത്. ഇത് ചെയ്യാൻ പഠിച്ചാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈസിയാണ്. അത് നമുക്ക് ആവശ്യമുള്ളത്രയും ലെങ്ത്തിലേക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളിതിങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് മതിയായി. പിന്നെ ഇപ്പോൾ വേണ്ട അവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് പശ വെച്ചിട്ട് അതിനിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ പീസിനെയും ചേർത്തൊട്ടിക്കാം.
ബാക്കി വന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ചേർത്ത് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ റെഡിയായി കിട്ടും. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പിൻ എടുക്കാം. ഐ പിൻ എടുത്തിട്ട് നമുക്ക് ഇത്രയും ലെങ്ത് ആവശ്യമില്ല, ഇത്രയൊക്കെ മതിയാവും. ഈ ഒരു ലെങ്ത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗമാണത്, അവിടേക്ക് കുറച്ച് പശ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇടാം, നമുക്കത് ഉള്ളിലേക്ക് പശ കയറുന്ന രീതിയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഐ പിന്നിൽ നല്ലോണം ഇങ്ങനെ പശയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കണം, ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം. ഓക്കെ, ഇതിങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ നിൽക്കണം. നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പശ വെച്ച് കൊടുക്കണം. നമുക്കിത് കുറച്ച് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളത് ശകലം നേരെ ഒന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരും. ഈ പക്കട് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒട്ടിക്കോളും. ഒന്ന് പിടിച്ച് തന്നാൽ മതിയാവും. ഇങ്ങനെ പിടിച്ച് തന്നെ 5 മിനിറ്റ് മതി. കാരണം ഫെവിക്കോൾ ഏതാണ്, പേപ്പറാണ്. അതുകൊണ്ട് പേപ്പറുമേണ് നമ്മൾ പശ വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഒരു 5 മിനിറ്റ് ഇതിനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും. അതായിരിക്കും അതിന് ഫിനിഷിങ് വരുന്നത്. കാരണം ക്ലിപ്പ് ഇടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 2 പീസിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉണങ്ങിയ പീസ് കാണിച്ചു തരാം. ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഐ പിൻ ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ അത് പോകുകയില്ല. അത് കുറച്ച് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വെച്ചാൽ പേപ്പറിന് ഫെവിക്കോൾ ഒട്ടിയിരിക്കണമുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് സിൽവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇയർ ടാഗ് എടുക്കുക. ഒരു ഇയർ ടാഗ് എടുത്തിട്ട് നമ്മളതിനെ തുറന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിനെ കൂട്ടി വയ്ക്കണം. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സ് റെഡിയായി കിട്ടും. ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം പിടിക്കണമെന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്വയറായിട്ട് തന്നെയാണ് എടുത്തെടുത്ത് പോയത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തേക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കുറച്ചൊന്നത് കോണോട് കോണെടുത്തെടുത്ത് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. കോണോട് കോൺ പറ്റും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് ഇത് കോണായിട്ട് എടുത്ത്, അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിനകത്തിപ്പം ഞാൻ നടുക്കൊരു ബീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നില്ല. അത് നടുക്ക് ഞാനൊരു പേള് ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക്, അത് ഉള്ളിൽ നല്ലോണം ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാനങ്ങ് ഒട്ടിച്ച് കൊടുത്താണ്. അപ്പോൾ അതൊരു ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഗ്യാപ്പ് കോണോട് കോൺ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും. അത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത്രയും വരില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ശരിക്കും കൂടിയാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബീഡ് ശരിക്കൊരു പേള് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം, ക്രിസ്റ്റൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.